അമ്മേ അമ്മേ അമ്മ ഉപദ്രവിക്കരുത്. എന്റെ അമ്മ ഒന്നും ചെയ്യരുത്. അമ്മേ അമ്മ ഇവിടെ ഞാനെല്ലാം പറയാം. വിട്ടേക്ക് ഗൗതം. ചോര വീഴാതെ ഇവൻ പറയൊന്ന് നോക്കാം. കള്ളമാണ് പറയുന്നതെങ്കിൽ ഗൗതത്തിന് എന്തും ചെയ്യാം. അവൻ പറയും. പറയട്ടെ. പറ, നിനക്കറിയാവുന്ന എല്ലാം പറ. ആ കസേര ഒന്ന് നീക്കിയിട്ട് അവൻ എവിടെ ഇരുത്ത്. ഇനി നീ പറ. ആരെയും പേടിച്ച് പറയുന്നതായിട്ട് തോന്നരുത്. എല്ലാം നിന്റെ ഒരു കൺഫസ് മാത്രമായിട്ടേ തോന്നാവൂ. ലച്ചുവിന്റെ ഭർത്താവാരാ? ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനല്ല. അന്ന് കല്യാണം മുടങ്ങിയ സമയത്ത് ക്ഷേത്രത്തിൽ എന്തോ പൂജയ്ക്ക് സഞ്ജു വന്നു. ലച്ചുവിന്റെ അവസ്ഥ അറിഞ്ഞ് സഞ്ജുവാണ് ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഞാനതിൽ വന്നുപെട്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ലച്ചുവിന്റെ ഭർത്താവിന്റെ പേര് സഞ്ജയ് ആണെന്ന് അവന്റെ കവിതയപ്പച്ചി എങ്ങനെയോ മനസ്സിലാക്കി. അത് സഞ്ജുവാണെന്ന് കവിതയപ്പച്ചി ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോഴാ സഞ്ജുവിൻ്റെയും ലച്ചുവിൻ്റെ അറിവോടെ ദിനേശൻ എന്നെ സമീപിച്ചത്. എനിക്ക് നല്ലൊരു തുക ഓഫർ ചെയ്യുകയും ചെയ്തു. അമ്മയുടെ ചികിത്സയ്ക്ക് പണം ആവശ്യമുള്ള സമയമായതുകൊണ്ട് ഞാൻ ആ ജോലി ഏറ്റെടുത്തു. അങ്ങനെയാ സഞ്ജയ് എന്ന പേരിൽ ഞാൻ മംഗലശ്ശേരിയിലെത്തിയത്. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനല്ല. അന്ന് കല്യാണം മുടങ്ങിയ സമയത്ത് ക്ഷേത്രത്തിൽ എന്തോ പൂജയ്ക്ക് സഞ്ജു വന്നു. ലച്ചുവിന്റെ അവസ്ഥ അറിഞ്ഞ് സഞ്ജുവാണ് ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. മിണ്ടാതെ നീ എന്റെ കൂടെ പോരെ. വന്നേ. അതോ ഞാൻ ഈ വീഡിയോ ഇവിടെ എല്ലാവരെയും കാണിക്കണോ? വാടി എന്റെ കൂടെ. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.
കേറ്. എന്താ അമ്മു? ഞാൻ പറയും, നീയും ഇവളും അത് കേൾക്കും. ദാ കാണ. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനല്ല. അന്ന് കല്യാണം മുടങ്ങിയ സമയത്ത് ക്ഷേത്രത്തില് എന്തോ പൂജയ്ക്ക് സഞ്ജു വന്നു. ലച്ചുവിന്റെ അവസ്ഥ അറിഞ്ഞ് സഞ്ജുവാണ് ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അപ്പോഴാ സഞ്ജുവിന്റെ ലച്ചുവിന്റെ അറിവോടെ ദിനേശൻ എന്നെ സമീപിച്ചത്. എനിക്ക് നല്ലൊരു തുക ഓഫർ ചെയ്യുകയും ചെയ്തു. സഞ്ജു ഇവളുടെ കഴുത്തിൽ താലി കെട്ടി എന്നതിന് തെളിവായില്ലേ? ഇതിൽ കൂടുതൽ ഇനിയിപ്പോ എന്തു വേണം? അതെ, ഞാൻ ഈ വീഡിയോ ശ്രീകുട്ടിയെ കാണിക്കാൻ പോവാ. കവിത, അങ്ങനെ ചെയ്യരുത്. നീ എന്നെ വെല്ലുവിളിച്ചതല്ലേ? ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചത് വെറുതെ ആണെന്ന് നീ വിചാരിച്ചോ? മുഖം രക്ഷിക്കാൻ നിനക്കും ഇവൾക്കും ഞാൻ 2 ദിവസം സമയം തരും. അതിനു മുൻപ് നിങ്ങൾ 2 പേരും ഈ വീട് വിട്ട് പോയിക്കൊള്ളണം. മോനെ സഞ്ജു, ഇങ്ങോട്ട് വന്നേ. എന്താ അങ്കിൾ? മോനെ ചതിച്ചടാ. എന്തൂറ്റി? നമ്മുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു. കവിത കിച്ചനെ ട്രാപ്പിൽ പെടുത്തി സത്യം മനസ്സിലാക്കി. അവൻ പറഞ്ഞോ? ആ, പറഞ്ഞൊന്നും മാത്രമല്ല, അതെല്ലാം കവിത ഫോണിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അങ്കിളിനോട് താര പറഞ്ഞത്? എന്നെയും ലച്ചുവിനെയും കവിത അത് കാണിച്ചു തരികയും ചെയ്തു. ഞാനത് കണ്ടതാ. അവൻ എല്ലാം വീഡിയോയിൽ ഏറ്റു പറയുന്നുണ്ട്. ആരെന്ത് ഏറ്റു പറഞ്ഞെന്ന്? ദിനേശൻ ചെറിയച്ഛനാണല്ലോ റൂമില്. അവരിൽ നിന്ന് ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചല്ല. എല്ലാം അറിഞ്ഞു വെച്ച് പിന്നിൽ നിന്ന് കുത്തിയതുപോലെയായി. എന്താ എന്നെ കണ്ട് നിർത്തിക്കളഞ്ഞ്? ആരാ പിന്നീന്ന് കുത്തിയത്? അത് പിന്നെ ഓഫീസിലെ ഒരു സ്റ്റാഫിന്റെ കാര്യം പറഞ്ഞതാ. നമ്മളുടെ ഒരു രഹസ്യ വിവരം മറ്റൊരാൾക്ക് ചോർത്തി കൊടുത്തു. ശരി, ഞാൻ വിശ്വസിച്ചു. ഇവിടെ ആരാരെ വിശ്വസിക്കണം എന്നറിയാത്ത അവസ്ഥയാ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ സഞ്ജുനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. അതിനെന്താ, പോയേക്കാം. സ്വാതിവാ. വരുന്നില്ലേ?
വാ. അല്പം കറി ഒഴിച്ചു മോളെ. എന്താടി ഇത്? അയ്യോ, ഞാൻ വേറെ പ്ലേറ്റ് വെക്കാം. കവിതേ, എന്തിത്? ചെറിയ എന്തിനാ അമ്മൂനടിച്ചേ? ഇനി ഞാനത് പറഞ്ഞു തരണോ? ഇവിടെ ഇരിക്കുന്ന നീ അത് കണ്ടില്ലേ? അല്പം കറി പ്ലേറ്റ് വീണു പോയിന്നല്ലേ ഉള്ളൂ. നീ അതങ്ങ് ക്ഷമിക്കേ കവിതേ. ആ പ്ലേറ്റ് അങ്ങ് മാറ്റ്. ഇതിന്റെ പേരിൽ ഇനിയൊരു വഴക്ക് വേണ്ട. അത് മാറ്റേണ്ട എന്ത് കാര്യമുള്ളത്? ആ കറിയല്ലേ കഴിക്കാൻ പോകുന്നത്. നീ നിന്റെ കാര്യം നോക്കാമോ? അത് എച്ചിലൊന്നും അല്ലല്ലോ. മറ്റൊരാൾക്ക് എടുത്തത് എച്ചില് തന്നെയാ. നിങ്ങക്ക് വെച്ച് വിളമ്പി തരാൻ അമ്മ ഇവിടുത്തെ സെർവന്റ് ഒന്നും അല്ല. ഓ, ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ അവളെ ഒന്ന് തല്ലി നോക്ക്. ആ? സഞ്ജുവിനില്ലാത്ത വേദന നിനക്കെന്തിനാടി? അയ്യോ മോളെ, അമ്മു. അവളെ വേദനിപ്പിച്ച എനിക്കും സഞ്ജുവിനും വേദന ഉണ്ടാവും. ഓഹോ, ഹ്, നീ കാര്യം അറിയാതെ വേദനിക്കുന്നു മാത്രം. മുള്ളും മുനയും വെച്ചുള്ള നിങ്ങളുടെ സംസാരം എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് കരുതണ്ട. ആക്ച്വലി നീയാണോ അവളാണോ സഞ്ജുവിന്റെ യഥാർത്ഥ ഭാര്യ? നിങ്ങൾ അനാവശ്യം പറയരുത്. ചെറിയമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഓ, സ്വാതി, വേണ്ട. ഞാനിത് കേട്ട് നിൽക്കണോ സഞ്ജു? ആഹാ, നീ പകരത്തിന് എന്നെ തല്ല്, ഞാൻ കൈകെട്ടി നിന്ന് തരാം. മോളെ, നീ വന്നിരുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് പ്രശ്നം വലുതാക്കല്ലേ. നിങ്ങളൊന്ന് മതിയാക്ക്. നമുക്ക് പോവാം ദിനേശേട്ടാ. നീ ഇരിക്കുക കാവരി. എന്തറിഞ്ഞിട്ടാ ശ്രീദേവി ജീവിക്കുന്നത്? അവൾക്ക് ഓർമ്മ തിരിച്ചു വന്നപ്പോ എല്ലാം പഴയതുപോലെ ആയിന്ന് വിശ്വസിക്കുന്ന ഒരു പാവം അമ്മ. ഹ, സഞ്ജു ഭർത്താവാണെന്ന് പറഞ്ഞ് അവൾ ഓരോന്ന് കാണിച്ചു നടന്നൊക്കെ സൗകര്യപൂർവ്വം അങ്ങ് മറന്നു എല്ലാവരും. അതിന് നിങ്ങൾക്കെന്ത് നഷ്ടമുള്ളത്? ഓ, അന്ന് നന്നായി മുതലെടുപ്പ് നടത്തിയതല്ലേ നിങ്ങള്? അയ്യോ, എനിക്കൊന്നും നഷ്ടമായിട്ടില്ലടി. ഞാൻ നേടാൻ പോകുന്നതേ ഉള്ളൂ. ഹും, നീ വരുവടി എന്റെ മുന്നിൽ കണ്ണീരും കയ്യുമായിട്ട്. വെളുത്തിരിക്കുന്നതൊന്നും പാലല്ലെന്ന് നിന്നെ ഞാൻ ഉടനെ അറിയിച്ചു തരുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ മുമ്പിൽ കെഞ്ചി വരേണ്ട ഒരു ഗതികേട് എനിക്ക് ഉണ്ടാവില്ല. ഓ, നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ നന്നായി മനസ്സിലാക്കിയവളാ ഞാൻ. ഇതൊക്കെ കേട്ടിട്ട് സഞ്ജു എന്താ മിണ്ടാതെ നിൽക്കുന്നേ? നീ ഞാനും സംസാരിക്കുന്നത് നമുക്ക് സംസാരിക്കാനും ചോദ്യം ചെയ്യാനും അർഹതയുണ്ടായിട്ടാ. ഇവൻ വാ തുറക്കില്ല. അതിനുള്ള യോഗ്യതയൊന്നും ഇവനില്ല. ദേ, ഈ ഇരിക്കുന്നവനും ഇല്ല. സ്വാതി, വാ. സൂപ്പർ, കൊള്ളാം. കൊള്ളാം.
എടുത്തത് ദേവിയല്ലേ? എന്റെ ഓർമ്മകൾ പോയപ്പോഴല്ലാതെ മനസ്സുകൊണ്ട് തെറ്റായിട്ട് ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇനി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ എനിക്കൊരു വഴി കാണിച്ചു തരണേ. എനിക്കെന്റെ സങ്കടങ്ങൾ പറയാൻ ദേവിയല്ലാതെ മറ്റാരുമില്ല. നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഞാൻ അവളെ തല്ലിയപ്പോ നിനക്കാ നൊന്തോന്നൊക്കെ എനിക്കറിയാം. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെ വരെ ഞാൻ കാത്തിരുന്നത് ഈ ഒരു ദിവസം വന്നു ചേരാനാ. അല്ലെങ്കിൽ കവിത ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് പ്രയോജനാ മോനെ ഉള്ളത്? നിങ്ങളെ ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി. സ്വന്തം അമ്മയെ പോലെ നിങ്ങളെ കരുതിയവനാ ഞാൻ. അത്രയ്ക്കൊന്നും വേണ്ടടാ. അമ്മ റോള് കവിതയ്ക്ക് തീരെ ചേരില്ല. എനിക്ക് ചേരുന്ന റോൾ എല്ലാവർക്കും മുകളിൽ. കുറച്ചൊന്ന് കാത്തിരുന്നെങ്കിലും ഞാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇനി മംഗലശ്ശേരിയിലെ കാര്യങ്ങൾ കവിത നിശ്ചയിക്കും. കവിത വെട്ടിയ വഴിയിലൂടെ മാത്രമേ ഇവിടുള്ളവരുടെ ജീവിതം ഇനി മുന്നോട്ട് പോകൂ. പിന്നെ ബഹുഭാര്യത്വമൊന്നും ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. നീ എവിടെ പോവാ? അവിടെ നിക്ക്. ഞാൻ പറഞ്ഞ സമയ കാലാവധി ഓർമ്മയുണ്ടല്ലോ. നാളെ തന്നെ നീ നടപടികൾ എടുത്ത് തുടങ്ങിക്കൊള്ളണം. 3 നാൾ കമ്പനിയുടെ MD കസേരയിൽ എനിക്കിരിക്കണം.